ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ട്രാൻസ്ഫറായി ആ പള്ളിയിൽ നിന്ന് ട്രാൻസ്ഫറായി. ആ ട്രാൻസ്ഫറായ പള്ളിയിലേക്ക് ഞാൻ വന്ന് ചാർജ് എടുക്കാൻ വേണ്ടി സക്രാരി തുറന്ന് സക്രാരി പൂട്ടി. അപ്പോൾ കപ്പേര് പറയും, ഇനി മധ്യസ്ഥടുത്ത് പോയി പ്രാർത്ഥിക്കണമെന്ന് പറയും. ഞാൻ മധ്യസ്ഥനടുത്ത് പ്രാർത്ഥിക്കാൻ രൂപക്കൂടിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അന്ന് ഈജിപ്തിൽ വെച്ച് എൻ്റെ അരികിൽ കിടന്ന് ഉറങ്ങിയ ആളാണ്, അതേ രൂപമാണ് ഈ രൂപക്കൂട്ടി ഇരിക്കുന്നത്. ഞാനിപ്പം നിങ്ങളോട് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വിശ്വാസത്തിൽ ജീവിക്കുകയല്ല. ഇനിയും നിങ്ങൾക്ക് നേരം വെളുക്കണം. കാര്യം ഓരോ മതക്കാരും ഓരോ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. ക്രിസ്ത്യാനിറ്റി വിശ്വാസമല്ല. നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വിശ്വാസത്തിൻ്റെ ചില പരിചരണങ്ങളിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ദൈവം ഇത്രയും ടാഞ്ചിബിളായിട്ടുള്ളത്, അതാണ് ദൈവം ഇങ്ങനെ ഇത്രയും തൻ്റെ ജനങ്ങളോട് സംസാരിക്കുന്ന ഏത് ജനതയുണ്ടെന്നൊക്കെ ചോദിക്കണില്ലേ? ടേക്ക് ദ ബെഡപ്പോട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ ചായുന്നു ഞാൻ. നിയമാവർത്തനം 4:7. നിയമാവർത്തനം 4:7. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ അത്രയും ദൈവം ടാഞ്ചിബിളായിട്ടുള്ള ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമാകണമെന്ന് പറയണത് ആകണത് പറ്റും. പക്ഷെ അങ്ങനെയല്ല, അത് ആ അനുഭവം നമ്മുടെ അവകാശമായിട്ട് അത് അനുഭവേദ്യമാകണം നമ്മൾക്ക്. അല്ലാതെ എന്തെങ്കിലും ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് അത് ചോദിച്ചു, കിട്ടിയില്ല, 2 ആഴ്ച പള്ളിയിൽ പോയി, 4 ആഴ്ച പോയില്ല, 2 ആഴ്ച കുടുംബപ്രാർത്ഥന പങ്കെടുത്ത്, 3 ആഴ്ച പങ്കെടുത്തില്ല, ഇങ്ങനെ പോലെ അലവലാതി വിശ്വാസികളായിട്ട് ഒരു കഥയുമില്ല. ശരിക്കും പറഞ്ഞ ഈ ആൾക്കാർക്ക് ദൈവാനുഭവം ഇല്ലാത്തതിൻ്റെ കാര്യം കൈയിരിക്കുന്ന അലവലാതി തരം കൊണ്ടാണ്. അതായത് ഈ പണ്ട് എൻ്റെ കുഞ്ഞുനാളിലെ ഈ ബെഞ്ചമിൻ എന്നും പറഞ്ഞു ഒരു ഭ്രാന്തനുണ്ടായിരുന്നു. ബെഞ്ചമിൻ അയാളിങ്ങനെ മുടിയെല്ലാം വളർത്തി, ആരും വെട്ടിക്കൊടുക്കാനില്ലായിരുന്നു. അയാൾ ഞങ്ങളുടെ വഴികളിൽ കൂടി പോണത് കാണുമ്പോൾ കുട്ടികളെല്ലാം ഇങ്ങനെ അയാളെ നോക്കിക്കൊണ്ട് നിൽക്കും. അയാളിങ്ങനെ ആടി 2 ചെവിട് മുമ്പോട്ട് വെക്കും. എന്നിട്ട് ഈ ബെഞ്ചും ഭ്രാന്തൻ പിന്നെ ആടി 4 ചെവിട് പുറകോട്ട് വെക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ബെഞ്ചും ഭ്രാന്തനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മുടെ പലരുടെയും ആധ്യാത്മികത ഈ ബെഞ്ചും ഭ്രാന്തൻ്റെ നടപ്പ് പോലെ 2 ആഴ്ച മുമ്പോട്ട് വെക്കും, 4 ആഴ്ച പുറകോട്ട് വെക്കും. അതാണ് വിഷയം. ഒരു മൂച്ചിന് പള്ളിയിലൊക്കെ പോകും, കുമ്പസാരം ഒക്കെ ആയിട്ട് നടക്കും.
ഒരു മൂച്ചിന് പിന്നെ എല്ലാം അവസാനിപ്പിച്ചിട്ട് ലോകത്തിൻ്റെ വഴികളിലൂടെ റീൽസും കടങ്ങനെ ഇരിക്കും. അതാ കുടുംബ പ്രാർത്ഥന പോലും ചെല്ലത്തില്ല, ആ റീൽസും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെന്താ വെച്ചാൽ കുറച്ച് നാളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കുഴപ്പം. ഇത് ഇങ്ങനെ ആവർത്തിച്ച് കഴിഞ്ഞാൽ പിന്നീട് ദൈവം ഈ റിജക്റ്റ് ചെയ്യും, റിജക്ഷൻ പോയിൻ്റ് വരും. ബൈബിളിലുള്ള ഏറ്റവും വലിയൊരു വിഷയമാണ് റിജക്ഷൻ. അതായത് ദൈവം ഇങ്ങനെ പമ്മി പതുങ്ങിയൊക്കെ ഒന്ന് കൂടെ നടന്നു വെച്ചും ഒരു പെട്ടെന്നൊരു കാലത്ത് അവൻ ദേവാലയം വിട്ടുപോയെന്നല്ലേ പറയണത്. അത് നമ്മളെ വിട്ടുപോകും, നമ്മൾ പോലും അറിയത്തില്ല, വിട്ടുപോകും. കാര്യം നമ്മുടെ ഈ ബെന്യും ഭ്രാന്തൻ്റെ രീതിയിലുള്ള ആധ്യാത്മികതയാണല്ലോ. 2 ആഴ്ച മുമ്പോട്ടും 4 ആഴ്ച പുറകോട്ടുമായിട്ട് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ഭ്രാന്തിന് കൂടെ ദൈവം നടക്കത്തില്ല. ഭ്രാന്തിൻ്റെ വഴിക്ക് വിട്ടുവെച്ചും ദൈവം വിട്ടുപോയി കളയും. അതെപ്പോഴും നമ്മൾ വളരെ അപകടകരമായൊരു സ്ഥലമാണത്. പക്ഷെ നമ്മൾ ഒന്നിനൊന്ന് ഓരോ ദിവസവും അടിക്കടി ഇത്തിരി കഷ്ടപ്പെട്ടാലും കർത്താവുമായിട്ട് ജീവിച്ചിട്ട് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങളെ സഹായിക്കുന്നത് ഉടമ്പടിയാണ്. കാര്യം എന്താ, ഉടമ്പടിയിൽ ഇന്ന് വരെ ഈ കഴിഞ്ഞ 1000 കൊല്ലം ഇല്ലാത്ത ഉരുത്തിരിഞ്ഞ് വന്ന 1000 കൊല്ലം ഉരുത്തിരിഞ്ഞ് വന്നത് എന്താണ്? 12-ാം നൂറ്റാണ്ടിലെ ജപമാല വെളിപ്പെടുത്തിയെങ്കിലും 16-ാം നൂറ്റാണ്ട് തൊട്ടാണ് ജപമാല വളർന്ന് പ്രചരിച്ചത്. പക്ഷെ ജപമാല ആയാലും അതിൻ്റെ അകത്തുള്ളത് എന്താണ്? റിസൈറ്റിംഗ് ആണ്, പ്രാർത്ഥനയാണത്. അത് പ്രാർത്ഥനയാണ്. പക്ഷേ ഇന്ന് ലഭ്യമാകുന്ന കുർബാന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ടോപ്പ് പ്രാർത്ഥനയാണ്. പക്ഷേ ബേസിക്കായിട്ട് പ്രാർത്ഥനയാണ്. അത് മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അത് ഇങ്ങനെ ഒരു കൊന്തോ ചൊല്ലി കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ട് കാര്യമില്ല. മധ്യസ്ഥ പ്രാർത്ഥനയില്ലെങ്കിൽ ഞങ്ങൾക്ക് ചെല്ലണ പോലെ 1000 മണിയുടെ ജപമാല ചൊല്ലി, കൃപാസനത്തെ പണ്ട് ചൊല്ലിക്കൊണ്ടിരുന്ന 1000 മണി ജപമാലയാണ്. അത് 3 ദിവസം അടുപ്പിച്ച് 1000 മണി ജപമാല ചൊല്ലും. 3 ദിവസം അടുപ്പിച്ച് രാത്രി 22 മണിക്കൂർ 1000 മണി ജപമാല മാറി മാറി ആൾക്കാർ ചൊല്ലിക്കൊണ്ടിരിക്കും. എന്തിനാണ്? ലോക സുവിശേഷവൽക്കരണത്തിന്, അല്ലാതെ മകളെ കെട്ടിക്കാനും പിള്ളേരുണ്ടാകാനും അല്ല. ലോകത്ത് വിശ്വാസം കൈമാറാൻ വേണ്ടി 1000 മണിയുടെ ജപമാല ആ കാണുന്ന അത്രയും സ്ഥലത്താണ് ഒരു ടെൻറ്റ് കെട്ടിയിട്ട് 2003 1000 മണി ജപമാല ഇല്ലേ, 3 ദിവസം അടുപ്പിച്ച്. അങ്ങനെ ഒരു സെക്ഷനിൽ ഒരു വർഷം മുഴുവനും ചൊല്ലി. ആ 2003 മൊത്തം ചൊല്ലി. 2003 ഒക്ടോബർ 25-ാം തീയതി വരെയാണ് ചൊല്ലിയത്. 2002 ഒക്ടോബർ തൊട്ട് 2003 ഒക്ടോബർ വരെയാണ് 25-ാം തീയതി വരെ ചൊല്ലി. ഒരു കൊല്ലം മുഴുവൻ ചൊല്ലി. പിന്നെ ഒക്ടോബർ നവംബർ ഡിസംബർ ആയപ്പോൾ അമ്മ പ്രത്യക്ഷപ്പെട്ടു. ഈ ദൈവം പ്രത്യക്ഷപ്പെടും, ഒരു പ്രശ്നവുമില്ല. നമ്മൾ വിശ്വാസം സത്യസന്ധമാണെന്ന് തോന്നിയാൽ മതി. ദൈവത്തിന് വിശ്വാസം സത്യസന്ധമാണ്, പിന്നെ ദൈവത്തിന് വേണ്ടിയാണെന്ന് തോന്നണം. അല്ല നമുക്ക് വീട് വെക്കാനും ജപ്തി മാറാനും മാത്രമാണെന്ന് തോന്നിയാൽ ദൈവം കുറച്ച് നാൾ കഴിയുമ്പോൾ റിജക്റ്റ് ചെയ്ത് കളയും. വിശ്വാസം സത്യസന്ധമാണ് ദൈവത്തിന്. അതാണ് കർത്താവിനെ തൊടുന്ന പരിപാടി എന്ന് പറയണത്. വിശ്വാസം സത്യസന്ധമാണെന്നും അത് ദൈവത്തിന് ആണ് അതിന് പ്രാധാന്യമൊന്നും അല്ലാതെ വീട്ടിലെ ആനുകൂല്യങ്ങൾക്കല്ല എന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം നിന്നെ ടേക്കപ്പ് ചെയ്യും. പിന്നെ നിനക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. നിൻ്റെ എല്ലാ വിഷയങ്ങളുടെ പേരും കർത്താവ് തീരുമാനം എടുക്കും. മൈന്യൂട്ട് കാര്യങ്ങളെപ്പോലും കർത്താവ് സംസാരിക്കും. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിന് പരിശുദ്ധ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നു. എൻ്റെ പേര് അനു. ഞാൻ വരുന്നത് ഏറ്റുമാനൂരിൽ നിന്നാണ്. സെൻറ്റ് മേരീസ് ചർച്ച് വേദഗിരി ഇടഭാഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 11/2/2025 ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയുടെ കാര്യം ഞാൻ അറിയുന്നത് എൻ്റെ അമ്മ വഴിയായിരുന്നു. അമ്മ ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഞാൻ വിദേശ പഠനത്തിനായി ജർമ്മനിക്ക് പോകാനായിട്ട് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്തായിരുന്നു ഉടമ്പടി എടുത്തിരുന്നത്. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ആദ്യം ഒന്ന് എക്സാം, എൻ്റെ കൂടെ ഉള്ള കുട്ടികളും ഞാനും എക്സാം എഴുതാനായിട്ട് പോയിരുന്നു. ആ എക്സാമിന് ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നെങ്കിലും എൻ്റെ മെറിറ്റിലായിരുന്നു ഞാൻ കൂടുതൽ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല, വിജയിക്കാൻ സാധിച്ചില്ല.
അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, മാതാവിൻ്റെയും ഈശോയുടെയും കൃപ കൊണ്ട് മാത്രമേ എനിക്ക് പാസ്സാവാൻ സാധിക്കുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയുടെ എല്ലാ നിബന്ധനകളും കറക്റ്റായിട്ട് ഞാൻ പാലിച്ചു. എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന സ്വീകരിച്ചു. 15 ദിവസം കൂടുമ്പോൾ കുമ്പസാരിച്ചു. 1 മണിക്കൂർ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അരമണിക്കൂർ ഞാൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ നിബന്ധനകളും കറക്റ്റായിട്ട് പാലിച്ചു. എന്നും 5:30 പ്രതീക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ഞാൻ ചെല്ലുമായിരുന്നു. ഡെയിലി ബ്ലെസ്സിങ്, അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് സ്റ്റാറ്റസ് ഇടുകയും ഷെയർ ചെയ്യുകയും വചനങ്ങൾ എഴുതി അയക്കുകയും ചെയ്യുമായിരുന്നു. വചനങ്ങൾ എഴുതാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അടുത്ത എക്സാമിന് വേണ്ടി ആദ്യമായി സ്ലോട്ട് എടുത്തു. മാർച്ചിൽ എക്സാമിന് സ്ലോട്ട് എടുത്തു. ആദ്യം തന്നെ എഴുതാനിരുന്നത് സ്പീക്കിങ്ങും റൈറ്റിങ്ങുമാണ്. ആദ്യമായിട്ട് എഴുതുന്നതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു. അഡ്വൈസ് ചോദിച്ചവരെല്ലാം പറഞ്ഞത് ഏറ്റവും പാടുള്ള എക്സാമാണ്, ആദ്യത്തെ അറ്റംപ്റ്റിന് കിട്ടത്തില്ല, 2 തവണയൊക്കെ എഴുതി കഴിയുമ്പം പാസ്സാകുമായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഉടമ്പടിയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. നീ അവരെ ഭയപ്പെടേണ്ട, നിൻ്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. ജെറമ്യ 1:8. ഈ വചനം എഴുതി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആദ്യത്തെ എക്സാമിന് പോയി. 2 എക്സാമും വളരെ ടഫുള്ള എക്സാമായിരുന്നു. എക്സാം ഹാളിൽ കയറി ഞാൻ ഉടമ്പടി വസ്തുക്കളും ഉടമ്പടി തൈലവും കാശുരൂപം ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തിന് ഞാൻ ഉടമ്പടി തൈലം വെച്ച് നെറ്റിയിൽ കുരിശ് വരച്ച് കൊടുത്തിരുന്നു. അങ്ങനെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ എക്സാം ഹാളിൽ കയറി. ഇടയ്ക്ക് പാടായി പോയപ്പോഴും പറയാൻ പറ്റാതെ വന്ന സമയത്ത് ഉടമ്പടി കാശുരൂപത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവർ ചോദിച്ചതിന് എനിക്ക് ഉത്തരം പറയാൻ സാധിച്ചു. അങ്ങനെ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി. ആ എക്സാമിൻ്റെ ആദ്യത്തെ അനുഗ്രഹം എനിക്ക് കിട്ടിയത് 10 മണി തൊട്ട് 6 മണി വരെയുള്ള എക്സാമിന് എനിക്ക് 10 മണിക്ക് തന്നെ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ അനുഗ്രഹം. വേഗം തന്നെ എക്സാം എഴുതി ഇറങ്ങാൻ പറ്റി. പിറ്റേ ദിവസം എക്സാമിന് കയറി, റൈറ്റിങ്ങിന് കയറി. എനിക്കറിയാത്തൊരു ടോപ്പിക്ക് വന്നു. ഉടമ്പടി ഉപ്പ് ഞാൻ എഴുതുന്ന പേപ്പറിൻ്റെ മുന്നിൽ വിതറിയിട്ടായിരുന്നു വിശ്വാസപ്രമാണം ചൊല്ലി എഴുതിയത്. കറക്റ്റ് സമയത്ത് എഴുതി ഞാൻ കൊടുത്തു. റിസൾട്ട് വന്നപ്പോൾ ഒരു തടസ്സവും കൂടാതെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്കത് പാസ്സാവാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് എക്സാമിന് സ്ലോട്ട് എടുത്തു. 2ാമത്തെ എക്സാം ഞാൻ എഴുതാൻ വേണ്ടി പോയപ്പം ഹോളി വീക്ക് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വീക്കായിരുന്നു. ഹോളി വീക്കിൽ 7 ദിവസവും ഞാൻ ഉടമ്പടിയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. ഉപവാസത്തിലൂടെയും നന്നായിട്ട് പ്രാർത്ഥിച്ചു. അടുത്ത എക്സാമിന് അപ്പിയർ ചെയ്തു. അങ്ങനെ ആ 2 എക്സാമും ഞാൻ ചെന്നു. ആ എക്സാമിന് പോയപ്പോൾ ഞാൻ വേറൊരു വചനം പഠിച്ചു. നിനക്ക് നഷ്ടപ്പെട്ടത് ഞാൻ 7 ഇരട്ടിയായിട്ട് നിനക്ക് തിരിച്ചു തരും, മുൻപത്തേതുപോലെ തന്നെ നിന്നെ ഞാൻ വീണ്ടും സഹായിക്കും എന്നുള്ള വചനം. ജോയൽ പ്രവാചകൻ 2:25. ആ വചനം എഴുതി ഞാൻ പ്രാർത്ഥിച്ചു. എക്സാമിന് അറ്റൻഡ് ചെയ്തു. ഏറ്റവും നല്ല മാർക്കോടുകൂടി 7 ഇരട്ടിയായിട്ട് അമ്മ മാതാവ് എനിക്ക് ആ എക്സാമിന് എന്നെ പാസ്സാക്കി. 100ൽ 90 മാർക്ക് തന്നി, ഏറ്റവും നല്ല മാർക്ക് തന്നി. 2 എക്സാമിനും എന്നെ പാസ്സാക്കി. അത് ഞാൻ അടുത്ത പ്രോസസ്സിങ്ങിനായിട്ട് കൊടുത്തു, ഏജൻസിയിൽ കൊടുത്തു. എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോയി. അങ്ങനെ ഉടമ്പടി ജൂണിൽ ഞാൻ വീണ്ടും പുതുക്കി കഴിഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂ എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു. വ്യഞ്ജിച്ച വിശുദ്ധ വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിച്ചിരുന്നു. ഉടമ്പടി കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്തത്. അതും ഒരു തടസ്സവും കൂടാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റി. വിസ പ്രോസസ്സിങ്ങിനായിട്ട് കൊടുത്തു. വിസയ്ക്ക് അപ്പോയിൻമെൻ്റ് കൊടുത്തു കഴിഞ്ഞ് ജൂലൈയിലേക്ക് സ്ലോട്ട് എടുത്തു. അങ്ങനെ ഒരു തടസ്സവും കൂടാതെ മുന്നോട്ട് പോയപ്പോഴാണ് അറിഞ്ഞത് ഓൺലൈനായിട്ട് വിസയ്ക്ക് അപ്പോയിൻമെൻ്റ് എടുത്തവർക്ക് ജർമ്മനിയിൽ ഇപ്പം പുതിയ നിയമം മാറി. അപ്പോൾ CSP എന്നുള്ളൊരു പോർട്ടൽ വഴി നമുക്ക് അപ്രൂവൽ വരാണ്ട് ഒരിക്കലും വിസയ്ക്ക് അവിടെ ചെല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ ഒരു തടസ്സം മുന്നിൽ കണ്ട് പേടിച്ചു നിന്നു, പ്രാർത്ഥിച്ചു. പക്ഷേ ഓരോ ദിവസം പോകും തോറും ഓരോ തടസ്സങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. 2 തൊട്ട് 6 മാസം വരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏജൻസിയിൽ നിന്ന് അറിയിച്ചു പോകാൻ പറ്റില്ലായിരിക്കും, തടസ്സമാണ്, അടുത്ത മാർച്ചിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സെപ്റ്റംബർ വരെ നോക്കി നിന്നു, വന്നില്ല. ഒക്ടോബർ 1 ക്ലാസ് തുടങ്ങും. സെപ്റ്റംബർ 15 ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ 36 ദിവസം 36 എന്നുള്ളൊരു നമ്പർ തന്നു. അങ്ങനെ 36 ദിവസത്തിനുള്ളിൽ നീ പോകുമെന്ന് പറഞ്ഞു. ആ നമ്പർ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടൊരു അപ്പോയിൻമെൻറ്റ് തരാം എല്ലാവർക്കും, ഈ ഇൻടേക്കിന് പോകുന്നവർക്ക്.
അങ്ങനെ ഈ ഇൻടേക്കിന് പോകുന്നവർക്ക് സ്പെഷ്യലായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് തന്നു. അത് കഴിഞ്ഞുള്ള പിറ്റേ ദിവസം അപ്രൂവലിൻ്റെ ആദ്യത്തെ മെയിൽ വന്നു. അങ്ങനെ എല്ലാ തടസ്സങ്ങളും മാറി. 22-ാം തീയതി വിസയ്ക്ക് വെച്ചു. പക്ഷേ ടൈമില്ല എന്നുള്ളത് അവർ അറിയിച്ചു. ഒക്ടോബർ 1 ക്ലാസ് തുടങ്ങും. 7 തൊട്ട് 14 ദിവസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 14 ദിവസം കഴിഞ്ഞു, വിസ വന്നില്ല. അങ്ങനെ വിസ വന്നവരെല്ലാം കയറി പോകാൻ തുടങ്ങി. പിറ്റേ ദിവസം തന്നെ പോകണം, അല്ലെ അന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞു. 14 ദിവസം കഴിഞ്ഞു. ഒക്ടോബർ 1 കഴിഞ്ഞു. വീണ്ടും നിരാശയിലേക്ക് പോയി. പക്ഷെ പ്രാർത്ഥനയിൽ മുറുകെ പിടിച്ചിരുന്നു. പ്രാർത്ഥനയോട് തന്നെ മുന്നോട്ട് പോയി. 14-ാം തീയതി ഡിസ്പാച്ച് മെയിൽ വന്നു. അങ്ങനെ 16-ാം തീയതി എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. പക്ഷേ വിസ കിട്ടിക്കഴിഞ്ഞ് എല്ലാ തടസ്സങ്ങളും മാറി. എല്ലാവരോടും പോകുക, പിറ്റേ ദിവസം പോകണം എന്ന് പറഞ്ഞു വീട്ടിൽ വന്നു. കൊന്തമാസമായിരുന്നു. ജപമാല കഴിഞ്ഞ് വീട്ടിൽ വന്നു. 8 മണിയായിട്ടും ഇവരിതുവരെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യം പറയുന്നില്ല. ചെയ്യാമെന്ന് പറയുന്നു. ഇതുവരെ ഒന്നും ചെയ്തില്ല. 8 മണിയായപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, ജർമ്മനിക്ക് അനുവിനെ കയറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഷോക്കായിപ്പോയി. എന്തോ പറയുന്നതെന്നുള്ള രീതിയിലായി. ഭയങ്കര പേടിയായി. എങ്ങനെ ഇത് വീട്ടിൽ പറയും? എല്ലാവരോടും പറഞ്ഞു പോകുക, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുവാണ്, ഇവരോട് ഇതെങ്ങനെ പറയുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞു. എല്ലാവരും വളരെയധികം സങ്കടത്തിലായി. അങ്ങനെ പോകാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവരും വിളിക്കാൻ തുടങ്ങി. എപ്പോഴാണ് പോകുന്നത്? എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുവാണ്, പോയാൽ മതി. ആ ഒരവസ്ഥയിൽ പെട്ടെന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആകെ തളർന്നു പോയി. അങ്ങനെ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞാൻ മാതാവിനെ കാണാൻ ഇവിടെ വന്നു. മാതാവിനോട് ഞാൻ ചോദിച്ചു, എനിക്ക് എന്ത് പറ്റി, എവിടെ വെച്ചാണ് എനിക്ക് തെറ്റിപ്പോയെന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു, പ്രാർത്ഥിച്ചു. എവിടെയോ ഒരു തടസ്സമുണ്ടായിരുന്നു. ഇത്രയും അനുഗ്രഹം മാതാവ് തന്നപ്പോഴും എവിടെയാണ് എനിക്ക് തെറ്റിപ്പോയെന്ന് എനിക്ക് മനസ്സിലായില്ല. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, നന്നായിട്ട് പ്രാർത്ഥിക്കുക, തടസ്സങ്ങളെല്ലാം മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് അച്ഛനെ കണ്ടിറങ്ങി ഫ്രണ്ടിലെ മാതാവിൻ്റെ ഗ്രോട്ടയിൽ ചെന്ന് ഞാൻ കൈവിരിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. കുറേ കരഞ്ഞു. അപ്പോൾ ഇവിടെ സേവനം ചെയ്യുന്ന ഒരു പ്രേക്ഷിത പ്രവർത്തകൻ എൻ്റെ അടുത്ത് വന്നു, എന്നെ ആശ്വസിപ്പിച്ചു. എൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചു, എന്ത് പ്രശ്നം, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോഴാണ് ആ ചേച്ചി എന്നോടൊരു കാര്യം പറഞ്ഞത്, ഇത്രയും അനുഗ്രഹം നിനക്ക് തന്നിട്ടും നീ എന്തുകൊണ്ട് സാക്ഷ്യം പറഞ്ഞില്ല, ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അമ്മയുടെ അടുത്ത് വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റെന്തായിരുന്നു എന്ന് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. ഇത്രയും അനുഗ്രഹം മാതാവ് തന്നിട്ട് ഞാൻ സാക്ഷ്യം പറയാനായിട്ട് അമ്മ മാതാവിൻ്റെ അടുത്ത് വന്നില്ല, പ്രാർത്ഥിച്ചു പോവുകയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് തന്നെ ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു, ഞാൻ ഇനി പോകുവാണെങ്കിൽ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേർന്നു. ഒക്ടോബറിലെ ജപമാല റാലിയിൽ, അഖണ്ഡ ജപമാല റാലിയിൽ എനിക്ക് പങ്കെടുക്കാൻ ഉള്ള അവസരം കിട്ടി. ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. പള്ളി എത്തുന്നിടം വരെ ഞാൻ ജപമാല മുറുകെ ചൊല്ലിക്കൊണ്ട് തന്നെ ഒച്ചത്തിൽ ചൊല്ലിക്കൊണ്ട് തന്നെ ഞാൻ ചൊല്ലി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഡിസംബർ 23 വീണ്ടും ഉടമ്പടി പുതുക്കി. എല്ലാ കാര്യങ്ങളും ഒരു തടസ്സവും കൂടാതെ മാതാവ് എനിക്ക് അടുത്ത വർഷത്തേക്കുള്ള എല്ലാ പേപ്പറുകളും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് ചെയ്തു തന്നു. ജനുവരി ആയപ്പോഴേക്ക് എൻ്റെ കംപ്ലീറ്റ് പേപ്പർ വർക്കുകളും തീർന്നു. ഇനി ഒരു തടസ്സവും കൂടാണ്ട് എനിക്ക് പോകാമെന്നവർ പറഞ്ഞു. അങ്ങനെ ഞാൻ മാർച്ചിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ക്ലാസ്സിൽ കയറാൻ താമസിച്ച് പോയപ്പോൾ പോകാൻ പറ്റിയില്ല. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ 1 മാസം മുന്നേ എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റി. 1 മാസം മുന്നേ എനിക്ക് അവിടെ ചെല്ലാൻ പറ്റി. ചെല്ലാനുള്ള ഒരു അവസരം അവർ തന്നു. അങ്ങനെ മാർച്ച് 1-ാം തീയതി ഞാനും എൻ്റെ കൂടെയുള്ളൊരു സുഹൃത്തും ജർമ്മനിലേക്ക് പോവുകയാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത് എല്ലാ മാസവും ഞാൻ ഉടമ്പടി എടുത്ത ആ മാസം തൊട്ട് ഈ മാസം വരെ ഞാൻ മുടങ്ങാതെ എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ സാമ്പത്തികമായി രോഗികളായി കിടക്കുന്നവരും ക്രിട്ടിക്കലായിട്ട് ആശുപത്രി കിടക്കുന്നവർക്കും ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കുമായിരുന്നു. അതുപോലെ ജർമ്മൻ പഠിക്കാൻ പറ്റാതെ എക്സാം എഴുതി പാസ്സാവാൻ പറ്റാത്തവർക്ക് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പുകളിലും പിന്നെ ബസ് യാത്ര ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന ആൾക്കും ഞാൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു. പ്രാർത്ഥിച്ച് ഞാൻ പത്രം കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് തിരുക്കുമാറിനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. എൻ്റെ പേര് ഡേവിഡ്. ഞാൻ കൽപ്പറമ്പ് നിന്ന് വരുന്നു. ഇതെൻ്റെ ഭാര്യ അങ്കിത, ഇതെൻ്റെ മൂത്ത മകൻ ക്രിസ്റ്റോ ഡേവിഡ്, ഇതെൻ്റെ ഇളയ മകൻ ക്രിസ്റ്റി ഡേവിഡ്. ഞാൻ ഉടമ്പടി എടുത്തത് 2024 ഒക്ടോബർ 4-നാണ്. ഞാൻ പല ജോലി പ്രശ്നം വഴി മാതാവ് എനിക്ക് ജോലി ഗൾഫിലേക്ക് സാധിച്ചു. അതാണ് എൻ്റെ ഫസ്റ്റ് ഉടമ്പടി.
ഫസ്റ്റ് സാക്ഷ്യം അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. എൻ്റെ മകൻ ക്രിസ്റ്റോനെ പറ്റി സാക്ഷ്യം പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. മൂത്ത മകൻ മൈൽഡ് ഓട്ടിസം വഴി വളരെയധികം വേദനയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവുകയുണ്ടായിരുന്നു. അത് ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റീസ് മൂലം സ്കൂളിലും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഭയങ്കര മറ്റുള്ളവരെ ശല്യം, ഉന്താനും തള്ളാനും തുപ്പാനും അങ്ങനെ ഭയങ്കര നിലത്ത് നിന്ന് ഉരുളാനും സ്ഥലത്തു നിന്ന് കൊണ്ടുപോകാൻ തന്നെ നമുക്ക് ഭയങ്കര ഇതായിരുന്നു. പക്ഷേ നമ്മൾ ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി എടുക്കുന്ന തൊട്ടടുത്തുള്ള ആൻറ്റി വഴി അറിഞ്ഞാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഉടമ്പടിയുടെ ധ്യാനം നമ്മൾ ഓൺലൈനിൽ കാണുകയും അതിൽ പറഞ്ഞ പ്രകാരം വചനപ്രകാരം എല്ലാം ചെയ്യാനും വചനം പഠിക്കാനും ധ്യാനിക്കാനൊക്കെ നമ്മൾ ശ്രമിച്ചു. അതുമൂലം മകനിൽ വളരെയധികം മാറ്റങ്ങൾ പിന്നീട് പ്രകടമായി. ഇവിടുന്ന് അതായത് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം മകനെ പറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ അസുഖം കൂടി വരാൻ ചാൻസ്, ഇനിയിപ്പോൾ ഇങ്ങനെ ആക്ടിവിറ്റീസും ഹൈപ്പർ ആക്ടിവിറ്റീസും ഒക്കെ കൂടി കൂടുതൽ ഇതിലേക്ക് ഭയങ്കര ഇത് കൂടി വരാനുള്ള സാധ്യത എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ കർത്താവിൽ വിശ്വാസമുണ്ടായിരുന്നു. പരിശുദ്ധ ഉടമ്പടിയിടത്തിലൂടെ പരിശുദ്ധ അമ്മയിലൂടെ വളരെയധികം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. മകളിലും അത് പ്രകടമായി. പിന്നീട് ഇപ്പോൾ വളരെയധികം ശാന്തനാവുകയും എൻ്റെ സ്കൂളിലും എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഇപ്പോൾ പറയണത്. പണ്ട് ഉച്ചവരെ ക്ലാസ്സിൽ വിട്ടിരുന്നുള്ളൂ. ഇപ്പോൾ ടീച്ചർമാർ തന്നെ പറഞ്ഞു ഇപ്പോൾ നമ്മൾ മുഴുവൻ സമയം സ്കൂളിൽ തന്നെ വിടാനും നമുക്ക് സാധിക്കുന്നുണ്ട്. വളരെയധികം മാറ്റം ടീച്ചർമാർ തന്നെ ഇപ്പോൾ പറയണത്. ഇപ്പോൾ വളരെയധികം ശാന്തനാണ്, സ്നേഹത്തോടെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. വളരെയധികം മാറ്റം അതിൽ പ്രകടമായി. അപ്പോൾ നമ്മൾ ഉറച്ച് കർത്താവിലും കർത്താവിൻ്റെ വചനത്തിലും വിശ്വസിച്ച് നമ്മൾ ഉടമ്പടി പ്രകാരം ചലിച്ചപ്പോൾ അതിനുള്ള മാറ്റങ്ങൾ പ്രകടമായി. മാതാവിലൂടെ നമ്മൾ വളരെയധികം പ്രാർത്ഥിച്ചിരുന്നു. ആശ്രമത്തിൽ വന്ന് പല പ്രാവശ്യം ഉടമ്പടി പുതുക്കാനും ഉടമ്പടിയിലെ ചട്ടങ്ങോട്ടങ്ങൾ എല്ലാം പാലിക്കാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. ഉടമ്പടി തൈലം പുരട്ടാനും അതേപോലെ ഉപ്പ്, തേൻ മുതലായവ നമ്മൾ വേണ്ട വിധം ചെയ്യാനും നമ്മൾ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ മാറ്റം എന്നോണം നമ്മൾ ദൈവത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ച് വിശ്വസിക്കുന്നു. ലൂക്ക 1:37 പറഞ്ഞ പ്രകാരം ദൈവത്തിനൊന്നും അസാധ്യമായില്ല. ജോസഫ് അച്ഛൻ പറയണ പോലെ ഇറ്റ് ഈസ് നോട്ട് അവർ മെറിറ്റ്, ഇറ്റ് ഈസ് ഗ്രേസ് ഫ്രം ലോഡ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ മാതാവ് വഴി ദൈവത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾ കോടാനുകൂടി വളരെയധികം ഞാൻ നന്ദി പറയുന്നു. ഞാനും എൻ്റെ കുടുംബവും യേശുവിനെ ഏറ്റുപറയുന്നു. ഞാൻ പ്രവർത്തനമായിട്ട് ഞാൻ ഉടമ്പടി പാത്രം എല്ലാവരോടും നമുക്ക് കിട്ടിയ സാക്ഷ്യം അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരെയും ഈ ഉടമ്പടിയിൽ ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. ഹോസ്പിറ്റലുകളിലും ഗവൺമെൻറ് ആശുപത്രികളിലും എല്ലാം പോയി അവിടുത്തെ രോഗികളെ സന്ദർശിച്ച് നമുക്ക് പറ്റണ പോലെ നമ്മുടെ തന്നെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മൾ ശ്രമിച്ചിരുന്നു. പിന്നെ വയസ്സായവരും നമ്മുടെ റിലേറ്റീവ്സ് ഉള്ളവരുടെ അവശരായവരെയൊക്കെ സന്ദർശിച്ച് ഈ കാശുരൂപം വെച്ച് അവരെ പ്രാർത്ഥിക്കുന്ന വഴി അതിലൂടെ കുറേ ഡെലിവറൻസ് ലഭിച്ചതായും എനിക്ക് സാക്ഷ്യം പറയാനുണ്ട്. പിന്നെ ഞാൻ അതേ പ്രകാരം ഞാൻ ധ്യാനം കൂടുവാനും പിന്നെ ആധ്യാത്മിക ജീവിതത്തിൽ കുമ്പസാരം ആഴ്ചയിൽ 2 പ്രാവശ്യം, മാസത്തിൽ 2 പ്രാവശ്യം, രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും ഞാൻ ചെയ്തിരുന്നു. കുർബാനകളിൽ ഞായറാഴ്ച കുർബാന മുടക്കമില്ലാതെ പോവുകയും അതേപോലെ പ്രകാരം സാധിക്കുന്ന സമയങ്ങളിലൊക്കെ പരിശുദ്ധ കുർബാന ഭക്തിപൂർവ്വം അർപ്പിക്കാനും ഞാൻ ശ്രമിച്ചിരുന്നു. ദൈവത്തിൽ നിന്നും ലഭിച്ച ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ ദൈവത്തിൽ നിന്ന് ലഭിച്ച കൃപയായി. ഒന്നും നമ്മുടെ മെറിറ്റല്ല, നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇത് യേശുവിനെ പറ്റിയും മാതാവിനെ പറ്റിയും മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ കിട്ടുന്ന സാഹചര്യം ഞാൻ പരമാവധി പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ മറ്റുള്ളവരിലേക്ക് ദൈവത്തെ എത്തിക്കാനും നമ്മുടെ അമ്മ മാതാവ് വഴിയായി നമുക്ക് ലഭിച്ച ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും
ഈ വിശ്വാസവും മറ്റുള്ളവരിലേക്ക് നൽകാനും നമുക്ക് കഴിയും പ്രകാരം ഞാൻ ചെയ്തിരുന്നു. എൻ്റെ ജോലി മേഖലയിലാണെങ്കിലും തന്നെയും ജോലി സ്ഥലങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ റിലേറ്റീവ്സ് സുഹൃത്തുക്കളിലും എല്ലാം ദൈവത്തിൻ്റെ വചനപ്രകാരം വചനം ഷെയർ ചെയ്യാനും എല്ലാം പറ്റും വിധം ഞാൻ ചെയ്തിരുന്നു. കൂടാതെ വളരെ ഞാൻ ധ്യാനത്തിന് സംബന്ധിക്കാനും ഉടമ്പടി ധ്യാന ചൊവ്വാഴ്ചകളിലെ ഓൺലൈനായിട്ട് സംബന്ധിക്കും. അതേപോലെ തന്നെ ഡെയിലി ബ്രെഡ് അത് സംബന്ധിക്കുമായിരുന്നു. അത് ഡെയിലി കണ്ടിന്യൂസ് എല്ലാം ഉടമ്പടി പ്രാർത്ഥനകൾ മുടക്കം കൂടാതെയൊക്കെ നാം ചെയ്തിരുന്നു. ഉപ്പ്, തേൻ മുതലായവ ഉപയോഗിച്ചിരുന്നു. ഇതിലൂടെയൊക്കെ പിന്നെ നമ്മുടെ വേതനത്തിൻ്റെ ഒരു വിഹിതം ലഭിക്കുമ്പോൾ അത് പാവപ്പെട്ട കാരുണ്യ പ്രവൃത്തിയായിട്ട് പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. പിന്നെ രോഗികൾക്കും അവസരക്കും എല്ലാം കർത്താവിനെ പറ്റി അറിയാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഞാൻ സമയം കണ്ടെത്തിയിരുന്നു. എല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒന്നും നമ്മുടെ മെറിറ്റോ നമ്മുടെ യോഗ്യതയോ അല്ല, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നമുക്കത് സാധിച്ചു. നമ്മുടെ കുടുംബത്തിന് ദൈവം നൽകിയ അതായത് ലൂക്ക 1:37 പറഞ്ഞ ദൈവത്തിനൊന്നും അസാധ്യമായില്ല ഇല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ ഈ അവസ്ഥയിലും ദൈവം ഈ പ്രവർത്തിച്ചത്, ഈ കൊച്ചിൻ്റെ ഈ അവസ്ഥയിലും ഡോക്ടർമാർ പോലും തള്ളിക്കളഞ്ഞ ഈ അവസ്ഥയിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ച പ്രകാരം എനിക്ക് പരിശുദ്ധാത്മാവാണ് ശക്തി നൽകിയത്. ഈ വചനത്തിൽ വിശ്വസിച്ച് ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അതായത് രോഗിയുടെ അടുത്ത് കർത്താവ് പറയേണ്ടല്ലോ, നിൻ്റെയോ ഇവൻ്റെയോ അത് പ്രകാരം ഇവൻ്റെ കുടുംബത്തിൻ്റെയോ പ്രോബ്ലം മൂലമല്ല പിന്നെ സംഭവിച്ചത്, ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ വേണ്ടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവം നമ്മൾ പ്രവർത്തിക്കാനായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളിലെല്ലാം പ്രവർത്തിക്കാനായിട്ടാണ് ഈ ഓരോ തീക്ഷ്ണമായ ഇതിലൂടെ ഓരോ പീഡനങ്ങളിലൂടെ കടന്നുപോയതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവത്തിനും അമ്മ മാതാവിനും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യം പറയുന്നു. താങ്ക് യു.